അങ്ങനെ അടുത്ത ദിവസം അവളും ഇന്നലെ നടന്ന കാര്യമൊക്കെ ആലോചിച്ച് അവളിങ്ങനെ ടെൻഷനായിട്ടിരിക്കും. കാരണം ആ ബാറിൽ CCTV ഒക്കെ ഉണ്ട്. അപ്പോഴാണ് എല്ലാവരുടെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് അവരെല്ലാവരും നമ്മുടെ ഗോരയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഗോരയുടെ ഫോൺ വീണ്ടും അടിച്ചുപോയി. അതുകൊണ്ട് അവൾക്ക് അതെന്തോന്ന് മനസ്സിലാകത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഹാന എടുത്ത് വന്നിട്ട് ഗോറിയ ഇത് നീയാണോ എന്ന് അവൾ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ഗോരയും ഇന്നലെ ബാറിൽ പോയ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞോന്ന് വിചാരിച്ച് അവളിങ്ങനെ ടെൻഷനായിട്ട് നോക്കും. അപ്പോഴാണ് നമ്മുടെ തൈമായിട്ട് ഡേറ്റിനും ഇത് ആരാണ്ടൊക്കെ വീഡിയോ എടുത്താണ്. അങ്ങനെ ആ വീഡിയോ ആണ് എല്ലാവർക്കും ഇങ്ങനെ അയച്ചേക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഗോരി ആശ്വാസപ്പെട്ട് ഹോ ഇതായിരുന്നോ, ഞാൻ വേറെന്തോന്ന് പറഞ്ഞ് പേടിച്ച് എന്നിന് അവൾ ആശ്വാസപ്പെടും. അപ്പോഴാണ് ഹാനയും ഗോറിയ നീ തൈമിനെ ഡേറ്റ് ചെയ്യുന്നോ എന്നിന് അവല്ലെങ്ങനെ ദേഷ്യപ്പെട്ട് വയ്ക്കും. അപ്പോഴാണ് നമ്മുടെ തൈം അവിടെ നിന്നിട്ട് ആ ഞാനും കുറേ ഡേറ്റ് ചെയ്യുക അതിനിപ്പോ എന്തുവാ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും നിനക്കെന്തോ വട്ടാണോടാ, നമ്മളെപ്പോഴാ പിന്നെ ഞാൻ ഗോറിയ പറഞ്ഞ പോലെ റെഡ് കാർഡും ക്യാൻസൽ ചെയ്ത് ഇനി തൊട്ട് നമ്മുടെ സ്കൂളിൽ റെഡ് കാർഡ് എന്ന് പറഞ്ഞ ഗെയിമേ ഇല്ല. എല്ലാവർക്കും മനസ്സിലായല്ലേ, നിങ്ങൾ ഗോരയെല്ലാം ചെയ്താ ഞാൻ ചുമ്മാ നടത്തില്ല എന്നിന് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് അവനിങ്ങനെ പറയും. അങ്ങനെ ഇത് കേട്ട് അവല്ലെങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കും. അപ്പോഴാണ് കവിനും എംജിയും കൂടെ അടുത്ത് വന്നിട്ട് ഓ ഡേറ്റിംഗ് ഇതൊരു വലിയ കാര്യമാണല്ലോ, നമുക്കിത് ക്യാൻറ്റീനിൽ പോയി സംസാരിച്ചാലോ എന്നിനെ ഗോരയും വിളിച്ചാൽ അവിടെ പോകും. അങ്ങനെ ഇത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഓ സത്യത്തിൽ ടൈം ഗോറി ഡേറ്റ് ചെയ്യണോ എന്നിന് അവലെ അത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് ഇതേ കണ്ട് ഗോരയും ഓ എനിക്ക് വീട്ടിലെ ഭക്ഷണം തന്നെ സഹിക്കാൻ വയ്യ അപ്പോഴാണ് ഡേറ്റിംഗ് എന്നിന് അവളും ആ ലോണിന്റെ നോട്ടീസ് എടുത്ത് ഇങ്ങനെ അറിയും. അപ്പോഴാണ് നമ്മുടെ കവിനും ഹാനെ പേടിച്ചിരിക്കുന്നുണ്ടിട്ട് ഓ നീ ഒന്നും ഞങ്ങളെ കണ്ട് പേടിക്കണ്ട, നിന്റെ പേരെന്തുവാ എന്നിന് അവൻ അവളുടെ ബുക്കിൽ നോക്കുമ്പോഴാണ് വിഡൽഹ മലക്കാർ എന്ന് പറഞ്ഞൊരു പേര് കാണും. അങ്ങനെ അവനത് വായിച്ചിട്ട് ഈ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലേ എന്നിന് അവനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഹാന ബുക്ക് മറിച്ചിട്ട് ഇല്ല എന്റെ പേര് ഹാനയാ, അത് ഞാൻ ചുമ്മാ എഴുതിയതാ എന്നിന് അവള് വിഷയം മാറ്റും. കാരണം ആ പേരിന്റെ പുറകെ ഒരു വലിയ സീക്രട്ട് ഉണ്ട്, അത് ഇനി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് എംജിയും ആ ടൈം ആദ്യം നിങ്ങളുടെ വിഷയത്തിലേക്ക് വരാം, നിങ്ങളിപ്പോ എന്തോ ലവേഴ്സ് ആണോ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ഗോറിയും അങ്ങനെയൊന്നുമില്ല എന്നിന് അവള് പറയുമ്പോൾ നമ്മുടെ ടൈമും ഗോറിയ ചുമ്മാ ഇങ്ങനെ നാണിക്കാതെ നീ അവരോട് സത്യം തുറന്നങ്ങ് പറ എന്നിന് അവൻ പറയുന്ന കേട്ട് അവളും ടൈം നീ എന്നെ പിടിച്ചു വലിച്ചോണ്ട ഡേറ്റിന് പോയ അതുകൊണ്ട് നമ്മൾ തമ്മിലൊന്നുമില്ല എന്നിന് അവൾ പറയുന്നിട്ട് നമ്മുടെ കവിനും ആ എനിക്കിപ്പോഴാ മനസ്സിലായ, അപ്പൊ നിനക്ക് ടൈമിനല്ലേ ഇഷ്ടം, നിനക്ക് റെണ്ടിനെ ഇഷ്ടമല്ലേ ഗോറിയ, ഞാൻ പറയുന്ന കേക്ക് എന്റെ ഫ്രണ്ട്സ് തമ്മിൽ അടികൂടുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നിന് അവൻ പറയുമ്പോഴാണ് നമ്മുടെ എംജിയും ഓ ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷെ നീ ഇത് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, നീ ഒരേ സമയത്ത് എത്ര പെണ്ണുങ്ങളെ ഡേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയാന്ന്. എടാ കവിൻ നീ ഇതിനെ കുറിച്ച് വിഷമിക്കുന്ന, ഗോറിക്ക് റെണ്ണിന് ഇഷ്ടമെന്ന് പറഞ്ഞ് ടൈം ചെന്ന് അവൻ ഇടിക്കുക, ഓ നമ്മൾ ഇപ്പോഴും കൊച്ചൊന്നല്ല അടി ഉണ്ടാക്കാൻ എന്നിന് അവൻ പറയും. അപ്പോഴാണ് ടൈമും ആ മതി മതി നമുക്ക് ആദ്യം ബിസിനസ്സിലേക്ക് വരാം, ഞാൻ എന്തായാലും അവളെ ഫോഴ്സ് ചെയ്ത് വിളിച്ചോണ്ടോയ, അതുകൊണ്ട് നിങ്ങൾ ഗോരയെ ശല്യപ്പെടുത്താതെ അവളെ കുറച്ച് ബഹുമാനിക്കടേ, അതൊക്കെ അവളുടെ ഫീലിങ്സാ എന്നിന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പൊ ഇത് കേട്ട് അവരുടെ ഷോക്കായിട്ട് എന്തുവാ ബഹുമാനിക്കാനോ, ടൈമാണ് ഇത് പറയുന്നത് എന്നിന് അവന്മാരെ ക്ലാപ്പ് അടിച്ച് കളിയാക്കും. അപ്പോഴാണ് ഗോറി ഇങ്ങനെ തുമ്മുന്നത്. ഇത് കണ്ടിട്ട് ടൈമും ആ ഇന്നലെ രാത്രി ഫുള്ള് നമ്മൾ ഒരുമിച്ചല്ലായിരുന്നു, അതുകൊണ്ട് എന്റെ പനി നിന്നെ പിടിച്ചെന്നോ തന്നെ എന്നിന് അവൻ പറയുന്നിട്ട് ഇവര് ഷോക്കായി എന്തുവാ നിങ്ങൾ ഇന്ന് രാത്രി ഫുൾ ഒരുമിച്ചായിരുന്നു എന്നിന് അവന്മാർ ഷോക്കാവും. അപ്പോഴാണ് ഇത് കണ്ട് ഗോറിയും ഗായ്സ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അന്നറിയാതെ അവളെ വെച്ച് ഡോർ ലോക്കായി പോയി എന്നിന് അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടൈമും ഗോറിയ നീ ഡയറക്റ്റ് ആയിട്ട് നടന്നെല്ലാം പറ എന്നിന് അവനും കളിയാക്കുമ്പോഴാണ് ഗോരയും ഓ നിങ്ങൾ എന്തുവാണെങ്കിലും വിചാരിച്ചോ ഞാൻ ഇവിടെ നിന്ന് പോവാ എന്നിന് ഹാനിയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവും. അപ്പോഴാണ് ഹാനി ഇതാ കണ്ടിട്ട് ഗോറിയ നീയും ടൈമും തമ്മിൽ എന്തോ ബന്ധം എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ഗോരയും ഓ ഹാന നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, നീ വാ ഇപ്പൊ നമുക്ക് ക്ലാസ്സിന് സമയമായി എന്നിന് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവും. അപ്പോഴാണ് ടൈമിനെ കണ്ടിട്ട് കവിനും ചോദിക്കുന്നത് എടാ ടൈം തമാശയൊക്കെ നീ പോയിട്, നമുക്കിപ്പം സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാം, നിന്നെ സത്യത്തിൽ ഗോറി ഇഷ്ടമാണോ അല്ലെ നീ ടൈം പാസിന് വേണ്ടി അവളെ സ്നേഹിക്കുവാണോ, നീ ടൈം പാസിന് വേണ്ടി സ്നേഹിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു പക്ഷെ നീ അത് സീരിയസ് ആണെങ്കിൽ പിന്നെ മൊത്തത്തിൽ വിഷയം കേട്ടോ, നിനക്ക് നിന്റെ അമ്മയെ കുറിച്ച് അറിയാലോ, അവരെന്തായാലും ഗോറിയെ സമ്മതിക്കാൻ പോകുന്നില്ല, ഒരു പക്ഷെ നിന്റെ അമ്മ ഇതിനെ കുറിച്ച് അറിഞ്ഞാ പിന്നെ നിന്റെ ചേച്ചി നേരത്തെ കെട്ടിച്ചയച്ചാണക്ക് നിന്നെയും കെട്ടിച്ചയക്കും എന്നിന് അവന്മാരുടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ടൈമും എന്തായാലും ഞാനും ശ്രമിച്ചു നോക്കട്ടെ എന്നിന് അവര് പറയുന്നത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി ഗോറിയെ ലോൺ അടയ്ക്കാനുള്ള എല്ലാ വഴിയും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനത് കണ്ടിട്ട് മോളെ നീ ഒന്നും പേടിക്കണ്ട, ഈ അച്ഛനുള്ളവരെ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആര് വന്നാലും ഞാൻ അവൻ അടിച്ച് തകർക്കും എന്നിന് അച്ഛന് മാസമായിട്ട് സംസാരിക്കുമ്പോഴാണ് പുറത്താരാണ്ട് ബെല്ലടിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് അച്ഛനും പേടിച്ച് അയ്യോ ആ ലോങ്കാരം വീണ്ടും വന്നോ, നിങ്ങളാരും ഞാനിവിടെ ഉണ്ടെന്നും പറയല്ലേ, മോളെ ഗോറിയ നീ പോയി വാതിൽ തുറന്നിട്ട് അച്ഛൻ നാട്ടിലേക്ക് പോയെന്ന് പറഞ്ഞേക്ക്, ഞാൻ ബാക്കിൽ ചെന്ന് ഒളിഞ്ഞോളാം എന്നതിന് അച്ഛന്റെ മാസം എല്ലാം പോകും. അപ്പൊ ഇത് കേട്ട അവളും ഓ ഇതിനായിരുന്നു ഇത്രയും വലിയ ഡയലോഗ്, ഞാൻ തന്നെ പോയി നോക്കാം എന്നിന് അവള് വാതിൽ തുറക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ടൈം അവിടെ നിന്നേക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അവളും ടൈം നിനക്കെന്ത് ഇവിടെ കാര്യം, നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോ എന്നിന് അവൾ പറയുമ്പോഴാണ് വന്നേക്കുന്നത് ഒരു പയ്യനാന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അച്ഛനും ധൈര്യത്തോടെ പോയി എടാ ചെറുക്കാ നിനക്ക് എന്തോടെ ഇവിടെ കാര്യം എന്നിന് അച്ഛന് വീണ്ടും മാസ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് വരും. അപ്പൊ ഇത് കണ്ട് അവനും ഗുഡ് നൈറ്റ് അങ്കിൾ, ഓ സോറി ഗുഡ് ഈവനിങ്, ഞാൻ ഗോറിയുടെ ക്ലാസ്മേറ്റാ എന്നിന് അവൻ പറയുമ്പോഴാണ് അച്ഛനെ ഇത് കേട്ടിട്ട് ആ നിന്റെ പാരന്റ്സ് ഒക്കെ എന്താടാ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്കാണ് വരുന്നത്, നിനക്ക് രാത്രി ഗേൾസിന് വീട്ടിൽ പോകുന്നതാണ് പരിപാടി, അടിച്ച് ഞാൻ കാലും കൈ ഓടിക്കും കേട്ടോ, ആരാന്ന് പറയണ നീ എന്നിന് അച്ഛൻ വീണ്ടും ഇങ്ങനെ മാസമായിട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് അവനും ചോദിച്ചിട്ട് ഓ ഇയാളൊരു തമാശക്കാരനാണല്ലേ അങ്കിൾ എന്റെ പേര് ടൈം എന്നിന് അവനും പറയുമ്പോഴാണ് അകത്ത് ടിവിക്കകത്ത് അവനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് കണ്ട് അച്ഛന് ഷോക്കായി ആ ടിവിക്കകത്ത് കാണിക്കുന്നത് നിന്നെയല്ല ഈ നാട്ടിലെ നമ്പർ 1 റിച്ച് ഫാമിലി എന്നിന് അച്ഛനെ ചൂണ്ടി കാണിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവനും ആ ടിവിക്കകത്ത് ഞാനാ എന്നിന് അവൻ പറഞ്ഞ ഉടനെ ഇതും കേട്ട് അവല്ല ഷോക്കായി നമ്മുടെ ടൈമിനെ അകത്തേക്ക്
വിളിച്ചോണ്ട് പോകും. എന്നിട്ട് അച്ഛനും മിസ്റ്റർ ടൈം നിങ്ങൾക്ക് കോഫി വേണോ ടീ വേണോ അല്ല എന്നെ വേണോ എന്നിന് അച്ഛൻ ചോദിക്കുന്നേട്ട് അവനും ആ അങ്കിളിനൊന്നും വേണ്ട എനിക്ക് ചായ മതി എന്നിനെ അവരെല്ലാം കാണിച്ചു വിടുന്നിട്ട് നമ്മുടെ ഗോറിയും തലയടിച്ച് ഓ എന്റെ പാവപ്പെട്ട ഫാമിലി എന്നിന് ഇവിടെ എല്ലാം സംസാരിച്ചിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ കവിൻ എംജിയും കൂടെ ഗോരയുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി കടയിൽ പോകും. കാരണം ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ ടൈമിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഗോരയെ ടൈമിന്റെ അടുത്ത് എങ്ങനെയൊക്കെ മാറ്റണമെന്ന് അവന്മാർ പ്ലാൻ ചെയ്യും. അങ്ങനെ അത് കാരണം കാനിങ്ങിനെ വിളിച്ചോണ്ട് പോയി അവൾക്ക് കഴിക്കാൻ വേണ്ടി കുറെ വെറൈറ്റി ഫുഡ് ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പോഴാണ് അവള് ടെൻഷൻ ആയിരിക്കുന്നിട്ട് നമ്മുടെ എംജിയും ഓ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ അതിൽ നിന്നൊരു ഫുഡ് എടുത്ത് കഴിച്ചോ എന്തായാലും ഇത് പുറത്തെങ്കിലും കിട്ടാൻ പോകുന്നില്ല എന്നിന് അവൻ പറയുന്നിട്ട് അവളൊരു ചെറിയ പീസ് എടുത്ത് ഇങ്ങനെ കഴിക്കും. അപ്പൊ കവിനും കാനിങ് നീ കഴിച്ച ചെറിയ പീസിന് എത്ര രൂപയെന്ന് അറിയാം 9,000 എന്നിന് അവൻ പറയുന്നിട്ട് അവള് ഷോക്കായി നിനക്ക് എന്നോട് എന്തോ ഇപ്പം പറയാനുള്ള എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും എന്നാ പിന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം ഗോരയ്ക്ക് ടൈമിന് ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ടൈം സീരിയസ് ആയിട്ട് അവളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങള് നിനക്കൊരു വാർണിംഗ് തരാൻ വേണ്ടി വന്നേ നീ ഇപ്പൊ തന്നെ ഗോരയെ തടഞ്ഞിർത്താൻ നോക്ക് കാരണം ഞങ്ങളുടെ ജീവിതം നിങ്ങളെ പോലെ ഒന്നുമല്ല ഞങ്ങളെ കൊണ്ട് റിച്ചായ സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷെ കല്യാണം അങ്ങനെയല്ല വീട്ടിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അതനുസരിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഇവരുടെ ഒരു ക്യാനിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടൈം അവളുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അനിയനും ഗോരയുടെ ഇരിക്കുന്ന ചിക്കൻ പീസിന് തട്ടിപ്പറിക്കും. അപ്പൊ ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരെല്ലാം ഫാമിലിയോട് സന്തോഷമായിട്ട് കഴിക്കുന്നിട്ട് അവന് സന്തോഷപ്പെടും കാരണം നമ്മുടെ ടൈം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് അവസാനമായിട്ട് ഒരേ ഒരു പീസ് കാണത്തുള്ളൂ. അപ്പൊ ഇത് കണ്ട് അനിയനും ടൈം നിനക്ക് ഈ അവസാനത്തെ പീസ് വേണമെങ്കിൽ നീ ഞങ്ങളെല്ലാം ഫീൽ ചെയ്യുന്ന കണക്ക് നിന്റെ വിഷമമായ ഒരു സ്റ്റോറി പറയണം ഒരു ഞങ്ങൾ അത് കേട്ട് സാഡായ ഈ പീസ് നിനക്ക് എന്നിന് അവനും പറയാൻ ഗോറിയ അച്ഛാ ഞാൻ ആദ്യം പറയാം ഞാൻ പഠിക്കുമ്പോഴേ എനിക്ക് ജോലിക്ക് വേണ്ട അവസ്ഥയപ്പം അതുകൊണ്ട് എനിക്ക് നല്ല മാർക്കും കിട്ടുന്നില്ല ഇങ്ങനെ പോവാണെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്നിന് അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയനും ആ മതി നിർത്ത് ഇനി എന്റെ കഷ്ടകാലം കേക്ക് ഞാൻ എന്നും ഒരേ യൂണിഫോം സ്കൂളിൽ ഇട്ടോണ്ട് പോന്നെ പക്ഷേ സ്കൂളിൽ യൂണിഫോം മാറ്റിയ കാര്യം നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ മൊത്തത്തിൽ എനിക്ക് സ്വന്തമായിട്ട് ഇടാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ല എന്നിന് അവന്റെ സ്റ്റോറി പറയുമ്പോഴാണ് ഗോറിയും ആ ഇതിനു മുമ്പേ എന്റെ സ്റ്റോറിയാ അതുകൊണ്ട് ആ പീസ് എനിക്കാ എന്നിന് അവൾ പറയുമ്പോഴാണ് അനിയനും നിക്കി മാച്ച് ഇതുവരെ തീർന്നില്ല അവസാനം ഇനി ടൈമും കൂടെ പറയാനുണ്ട് എന്നിന് അവരെല്ലാം ടൈമിന് നോക്കും. അപ്പൊ ഇത് കണ്ടവനും ആ എനിക്കങ്ങനെ വിഷമമായിട്ട് സ്റ്റോറി ഒന്നുമില്ല എന്റെ ലൈഫ് എപ്പോഴും ഗുഡാ എന്തായാലും ഇതൊരു ചെറിയ പീസാ പക്ഷെ നിങ്ങളിൽ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പം എനിക്ക് ഈ പീസ് വേണമെന്ന് ഒരാഗ്രഹമുണ്ട് ഞാൻ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പം അവിടെ ഇങ്ങനത്തെ ഗെയിം ഒന്നുമില്ല അവിടെ മൊത്തം സൈലന്റ് ആയിരിക്കും ഞാൻ നിങ്ങളെ പോലെ ഇതുവരെ സന്തോഷത്തോടെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഒരു സംസാരിക്കുകയാണെങ്കിൽ പോലും അത് ബിസിനസിനെ കുറിച്ച് വല്ലതായിരിക്കും ആ എന്തായാലും എന്റെ സ്റ്റോറി അത്ര വിഷമമൊന്നുമല്ല എന്ന് ഞാൻ പറയുന്നതായിട്ട് നമ്മുടെ അമ്മയെ ഫീലായി അവനിങ്ങനെ പീസ് കൊടുക്കാൻ വരും. അപ്പൊ ഇത് കണ്ട് ഗോര ഇത് വാങ്ങിച്ചിട്ട് അവളത് 5 പീസായിട്ട് കീറി എല്ലാവർക്കും ഓരോന്നിങ്ങനെ കൊടുക്കും. അങ്ങനെ ഇവര് സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാനിങ് അവര് പറഞ്ഞത് കേട്ടിട്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് ഗോരയെ ടൈമിന്റെ പുറകെ പോകാതെ ഞാൻ തടഞ്ഞിർത്താൻ അതല്ലേ എന്നിന് അവൾ ചോദിക്കുന്നതായിട്ട് അവന്മാരും കാനിങ് ഒരു പക്ഷേ ഗോറിയ ടൈമിനെ സ്നേഹിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷെ അവൾക്ക് ടൈമിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ നിന്റെ ഫ്രണ്ടിനെ തന്നെ ആയിരിക്കും ബാധിക്കുന്നത് അതുകൊണ്ട് അവൾ ടൈമിന്റെ പുറകെ പോകാതെ നീ വേണം തടയാൻ എന്നിന് അവര് പറയും. അപ്പോഴാണ് ഇതൊക്കെ ഇട്ട് കാനിങ്ങും കവിൻ നിന്റെ നമ്പർ എനിക്ക് തരാമോ എന്നിന് അവള് ചോദിക്കുന്നതായിട്ട് അവന് സന്തോഷപ്പെട്ട് ഈ നമ്പർ എടുക്കും. അതിനെ ശിവരൻ്റെ അങ്ങോട്ട് കണ്ട് കൈയടിച്ചിട്ട് യെസ് ഈ എഫോറിനെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല എന്നിന് അവന്മാര് പ്രശ്നം സോൾവ് ആക്കിയെന്ന് പറഞ്ഞ് ആഘോഷിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കാനിങ്ങും കവിൻ ഞാൻ കഴിച്ച ഫുഡ് 9,000 എന്നല്ല പറഞ്ഞ അത് ഞാൻ നിന്റെ അക്കൗണ്ട് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഗോരയുടെ പുറം എങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എന്റെ ഫ്രണ്ടിനെ വിശ്വാസമുണ്ട് എനിക്ക് അവളുടെ സന്തോഷം വലുത് അതുകൊണ്ട് അവൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ അവളുടെ കൂടെ കാണും എന്നിന് അവൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കേട്ട് കവിനും എടാ എംജെ നീ ഇത് നോക്ക അവളെ കഴിച്ചിന്റെ പൈസ എനിക്ക് അയച്ചു നിറ എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ കാനിങ്ങും പുറത്തു പോയിട്ട് ഷേ എന്റെ അക്കൗണ്ട് ഇപ്പൊ 4 പൈസയേ ഉള്ളു വെറുതെ ഷോ കാണിക്കണ്ടായിരുന്നു എന്നിന് അവള് വിഷമിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ടൈം അവരോട് കഴിച്ചിരിക്കുന്ന പുറത്തിറങ്ങുന്നത്. എന്നിട്ട് അവനും ഗോരയുടെ ഫാമിലിയെ കണ്ടിട്ട് ഓ ഗോരിയ നിന്റെ വീട്ടിലെ ടിവിയെ കൊള്ളാല്ലേ നിന്റെ അമ്മ 2 അടി അടിക്കുമ്പോൾ അതങ്ങ് ഓണാവുന്നല്ല ഈ വീട് മൊത്തത്തിൽ മാജിക്കാ എന്നിന് അവനും പറഞ്ഞോണ്ട് വരും. അപ്പോഴാണ് ഇത് കേട്ട് ഗോറിയും ടൈം നീ ഇതുവരെ എന്തിനാ വന്നെന്ന് പറഞ്ഞില്ലല്ലോ എന്നിന് അവൾ ഇരിക്കും. അപ്പോഴാണ് ടൈമും പനിക്കുള്ള മരുന്നെടുത്തിട്ട് ഗോരിയ നിന്റെ പനി മാറാൻ ആ ലാസ്റ്റ് ചിക്കൻ പീസ് മാത്രം കഴിച്ചാൽ പോരാ നീ കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിക്കണം എന്നിന് അവൻ അവളെ കെയർ ചെയ്ത് ഇങ്ങനെ മരുന്ന് കൊടുക്കാൻ വരും. അപ്പോഴാണ് ഗോരയുടെ പോക്കറ്റ് ഇരുന്ന് നമ്മുടെ റെന്റിന്റെ കർച്ചീഫ് ഇങ്ങനെ വീഴും. അങ്ങനെ ഇത് കണ്ടിട്ട് അവൻ ചെറുതായിട്ട് ഇങ്ങനെ ഇമോഷണൽ ആവും. അപ്പോഴാണ് ഗോറിയും ടൈം നീ മരുന്നിങ്ങിതാ ഞാൻ തന്നെ അപ്ലൈ ചെയ്യാം എന്നിന് അവള് ടൈമിനെ തടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഗോറിയ ഞാൻ റെണിനെ കുറിച്ച് ഒരു കാര്യം പറയാം എന്നിന് അവൻ പറഞ്ഞ ഉടനെ നമ്മുടെ ഗോറി അവനെ തടയാതെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവനും അവൾക്ക് ആ മരുന്ന് അപ്ലൈ ചെയ്തോണ്ടേ പറയും ഗോറിയ കൊച്ചിലെ റെണിന് ഇഷ്ടപ്പെട്ട ഒരു പാവക്കുട്ടിയുണ്ട് അവൻ എപ്പോഴും അത് കെട്ടിപ്പിടിച്ചാ കിടക്കുന്നത് അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ പാവക്കുട്ടി അങ്ങനെ അവൻ ആ പാവക്കുട്ടി സ്നേഹിക്കുന്നുണ്ടിട്ട് എനിക്ക് അതിനോട് താല്പര്യം തോന്നി അതുകൊണ്ട് ഒരു ദിവസം ഞാൻ അവൻ്റെ തട്ടിപ്പറിക്കാൻ നോക്കി പക്ഷെ അറിയാതെ ഞാൻ കാരണം ആ പാവക്കുട്ടി നശിച്ചുപോയി എന്നിട്ട് റെൻ അവൻ എന്നെ നോക്കി വഴക്കുറഞ്ഞില്ലായിരുന്നു പക്ഷെ ഞാൻ അതിനുശേഷം എന്റെ കൂട്ടുകാരോട് പറഞ്ഞ് റെൻ ആ പാവക്കുട്ടി നശിപ്പിച്ചുകൊണ്ട് അവനോട് ഇനി തൊട്ട് ആരും സംസാരിക്കില്ലെന്ന് പക്ഷെ ആ സമയത്തും റെൻ അവിടെ വന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ അവന്റെ ഇരിക്കുന്ന ബിസ്ക്കറ്റ് എനിക്ക് പകുതി തന്നു അന്നൊട്ട് എനിക്ക് എന്റെ ക്യാരക്ടർ മനസ്സിലായി തുടങ്ങി ഞാൻ അന്ന് ചെയ്ത ഓർത്ത് എനിക്ക് ഇപ്പൊ തന്നെ വിശ്വസിക്കാൻ വയ്യ എന്നിന് അവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോറി ഇത് കേട്ടിട്ട് നീ ഇതിപ്പോ എന്നോട് പറയുന്ന എന്നിന് അവൾ ഇരിക്കും. അപ്പൊ ഇത് കേട്ട് ടൈമും എനിക്കറിയില്ല പക്ഷെ എനിക്ക് നിന്നോട് എന്നെ കുറിച്ചെല്ലാം പറയണമെന്ന് തോന്നി പക്ഷെ ഗോറിയ റെൻ നല്ലവനാ അതുകൊണ്ട് എല്ലാവർക്കും അവൻ ഇഷ്ടപ്പെടുന്ന എന്നിന് അവൻ പറയും. അപ്പോഴാണ് ഗോറിയും എന്നാ പിന്നെ നീ ചെയ്ത് തെറ്റാന്ന് മനസ്സിലായെങ്കിൽ നീ ഇപ്പൊ പോയി സോറി കേൾക്കുന്നത് എന്നിന്
എന്ന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ടൈമും ഇല്ല, ഈ ടൈം ഒരിക്കലും സോറി വയ്ക്കത്തില്ല, അതിന്റെ ഇമേജിനെ ബാധിക്കും എന്ന് അവൻ പറയുന്നതായിട്ട് അവളും നീ കൊച്ചിലെ പോലെ തന്നെ ഇപ്പോഴും എന്നിട്ട് നല്ലവനെ പോലെ ആക്ടിങ് കണ്ടില്ല എന്നിട്ട് അവനെ പിടിച്ച് തള്ളിയിടും. അപ്പൊ ഇത് കണ്ട് അവന് ഷോക്കായി, നീ എന്നെ തള്ളിയിടാറായ എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ അകത്തിരുന്നോണ്ട് അവരും കണ്ടിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഗോറിയും ഗേറ്റ് ചെന്നിടിച്ച് ആ ഗേറ്റ് പൊട്ടി ഇങ്ങനെ താഴെ വീഴും. അങ്ങനെ ഇത് കണ്ടിട്ട് ടൈം അവളെ പിടിച്ചിങ്ങനെ മാറ്റും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് അമ്മയും പോയി, എല്ലാം പോയി, ഇവർ രണ്ടുപേരും വീട് നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ ഇന്ന്. അപ്പോഴാണ് ടൈമും ഗോറിയ നിന്റെ വീട് മൊത്തത്തിൽ സർപ്രൈസ് ആണല്ലോ എന്നിട്ട് അവൻ പറയുന്നിട്ട് അവളും ചിരിച്ചിട്ട് ശരി ശരി നീ ആദ്യം വീട്ടിൽ പോ, അപ്പൊ നിനക്ക് ആ ഗേറ്റ് ഫിക്സ് ചെയ്യണ്ടേ, ഞാൻ വേണേ ഒരാൾ പറഞ്ഞയക്കാം എന്നിട്ട് അവൻ പറയുമ്പോ അവളും ടൈം നീ ചെയ്ത സഹായം തന്നെ മതി, നീ ആദ്യം വീട്ടിൽ പോ എന്നിട്ട് അവനെ പറഞ്ഞയക്കും. അങ്ങനെ അതേസമയം നമ്മുടെ ടൈമിന്റെ അമ്മയും സിംഗപ്പൂരിൽ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കും. അപ്പോഴാണ് അവർ ജോലിക്കാരും വന്നിട്ട് മാഡം ഞാൻ ടൈമിന്റെ റൂമിൽ ഇരുന്ന് പെണ്ണുങ്ങളുടെ ഒരു ടവൽ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ എല്ലാ ജോലിക്കാരോട് അന്വേഷിച്ച് നോക്കി, പക്ഷേ ഈ ടവൽ ആരുടെ അല്ല, അതുപോലെ ടൈം അവരോട് ഇത് സുരക്ഷയായിട്ട് നോക്കാനാ പറഞ്ഞേക്കുന്നത് എന്നിട്ട് ആ ലേഡി നമ്മുടെ ടൈമിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. കാരണം ഈ ടവല് അന്ന് മഴ നനഞ്ഞപ്പം നമ്മുടെ ഗോര കൊടുത്തതാണ്. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അമ്മയും നിങ്ങൾ ടൈമിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ആളൊക്കെ റെഡിയാക്ക്, ഇനി തൊട്ട് അവൻ ചെയ്യുന്ന എല്ലാ കാര്യം എനിക്ക് അറിയണം, പ്രത്യേകിച്ച് സ്കൂളിൽ എന്നിട്ട് അമ്മയും പറഞ്ഞിട്ട് സിംഗപ്പൂരിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അടുത്ത ദിവസം ഇപ്പോൾ ഗോര സ്കൂളിൽ പോകുമ്പോഴാണ് അവിടെയുള്ള പയ്യന്മാരൊക്കെ മനഃപൂർവ്വം വന്ന് നമ്മുടെ ഗോര ഇടിച്ചിട്ട് പോകും. അങ്ങനെ ഇത് കണ്ട് അവളൊന്ന് മനസ്സിലാകാൻ നോക്കുമ്പോഴാണ് എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് ഇങ്ങനെ കൂടി നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവളും ടെൻഷനായി ഇങ്ങനെ അടുത്ത് പോകുമ്പോഴാണ് അവിടെ നമ്മുടെ ഗോറിയ അന്ന് ബാർഗയിലായിട്ട് ജോലി ചെയ്തത് ആരാണ്ടൊക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും. അപ്പോഴാണ് ഇത് കണ്ട ആ 3 ഗേൾസും ഗോറിയ നീ പാവത്തെ പോലെ ഇത്ര ദിവസം ആക്റ്റീവ് ആയിരുന്നല്ലേ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നിന്നെ എവിഡൻസോടെ ഇപ്പൊ കിട്ടി എന്നിട്ട് അവളുമാരിൽ ഇങ്ങനെ കളിയാക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ ഗോറിയ അയാൾക്ക് ഡ്രിങ്ക്സ് കുടിച്ച ഫോട്ടോയൊക്കെ ഇങ്ങനെ അതിനകത്ത് ഒട്ടിച്ച് വെച്ചേക്കും. അങ്ങനെ ഇത് കണ്ട് അവളെയും ടെൻഷനായി നിൽക്കുമ്പോഴാണ് ബാക്കിൽ കൂടെ ടൈമിങ് നടന്നു വരുന്നത്. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഈ എപ്പിസോഡ് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എക്സാം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും അടുത്ത എപ്പിസോഡും ഇതിനെക്കാട്ടും പൊളിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.